ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി സ്റ്റോറി പാണ്ട. വകാതെ ഇതേമോ എന്ന് പറയുന്ന ജാപ്പനീസ് ഡ്രാമയിലെ അടുത്ത പാർട്ട് നമുക്ക് കാണാം. അവരുടെ കോളേജിന്റെ ചുമരിൽ 3 കുരങ്ങന്മാരുടെ പെയിന്റിങ് ആരോ വന്ന് വരച്ചിട്ട് ഓടിപ്പോവുകയാണ്. സെക്യൂരിറ്റി വരുമ്പോഴത്തേക്കും അയാൾ ഓടിക്കളഞ്ഞു. പിറ്റേന്ന് രാവിലെ അവള് സ്റ്റാഫ് റൂമിലേക്ക് വരുമ്പോൾ അവനവിടെ നിൽപ്പുണ്ട്. അവർ രണ്ടും ഗുഡ് മോർണിംഗ് പറയും. അത് കഴിഞ്ഞ് മേഘു അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. മേഘു ആർട്ട് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തിരക്കിലാണ്. പോരാത്തതിന് അവൾക്ക് ക്ലാസ് അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടാസ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം ഞാൻ റെഡിയാക്കി തരാമെന്ന് നമ്മുടെ മിയു പറയുകയാണ്. അതിന് വേണ്ടിയിട്ട് അവൾ ആർട്ട് റൂമിലേക്ക് പോകാനായിട്ട് കീ എടുക്കാൻ പോകുമ്പോഴത്തേക്കും അവൻ ചോദിക്കുന്നുണ്ട്, ഞാനും നിൻ്റെ കൂടെ വരട്ടെ? അവൾ ഓക്കെ പറയും. അങ്ങനെ അവർ സ്റ്റോർ റൂമിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, ഇവിടെ എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്? അപ്പോൾ അവൾ പറയും, ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പോയിട്ടുള്ള സ്റ്റുഡൻസ് അവരുടെ ആർട്ട് വർക്ക് അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോകാത്ത പീസസാണ് ഇവിടെ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. അതിനർത്ഥം അവർക്കിതൊന്നും വേണ്ട എന്നാണോ എന്നവൻ ചോദിക്കും. അവൾ പറയും, കൂടുതലായിട്ടും കുട്ടികൾ അങ്ങനെ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ അത് കളക്ട് ചെയ്യാൻ വരാറില്ല. അതുകൊണ്ട് തന്നെ കുറേ നാൾ സൂക്ഷിച്ചു വെച്ചിട്ട് അവരാരും വന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളത് ഡിസ്പോസ് ചെയ്യും. എന്നിട്ട് അവൻ ചോദിക്കും, ഈ വർഷത്തെ കോമ്പറ്റീഷന് നീ നിൻ്റെ ആർട്ട് വർക്ക് സബ്മിറ്റ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ അവൾ പറയും, എനിക്കതിനെക്കുറിച്ച് അറിയില്ല, ഷുവർ അല്ല എന്ന് പറയും. അപ്പോൾ അവൻ പറയും, നിൻ്റെ കാര്യം പോലും നിനക്ക് ഷുവർ അല്ലേ? അവൾ പറയും, എൻ്റെ കാര്യം ആയതുകൊണ്ടാണ് എനിക്ക് ഷുവർ അല്ല എന്ന് ഞാൻ പറഞ്ഞത്. അതിനിടയ്ക്ക് അവനിങ്ങനെ ഓരോ ആർട്ട് പീസും നോക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് അവനിങ്ങനെ അവളുടെ എക്സ് കഴിഞ്ഞ വർഷം സബ്മിറ്റ് ചെയ്ത ആർട്ട് വർക്ക് കണ്ടു. അതിനടുത്തേക്ക് പോവുകയാണ്. അവൻ അതിങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് അവൾ ഓടി ചെന്ന ഒരു തുണിയെടുത്ത് അത് കവർ ചെയ്യുകയാണ്. അത് കണ്ടിട്ട് അവൻ പോയിട്ട് ഒരു വടി എടുത്തുകൊണ്ട് വന്നിട്ട് ആ സ്കൾപ്ചർ പൊട്ടിക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ അത്ഭുതപ്പെട്ടിട്ട് ചോദിക്കും, നീ എന്താ കാണിക്കുന്നേ? അവൻ പറയും, ഇതുപോലെ വർത്ത്ലെസ് ആയിട്ടുള്ള ആർട്ട് സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമില്ല, ഇതാ ബാക്കി നീ തന്നെ പൊട്ടിച്ചോന്നും പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് വടി കൊടുക്കുകയാണ്. അവളത് വാങ്ങിയിട്ട് അവൻ പറയുന്നത് കേട്ടിട്ട് അത് മുഴുവൻ പൊട്ടിച്ച് കളയാണ്. അത് പൊട്ടിച്ചപ്പോഴത്തേക്കും അവൾക്ക് മുന്നേ എക്സ് അവളോട് പറഞ്ഞ കാര്യങ്ങളും അവളെ ആക്ഷേപിച്ച കാര്യങ്ങളും ഒക്കെ അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. അത് കാരണം കൂടുതൽ ആവശ്യത്തോടെ അവൾ അത് മുഴുവൻ പൊട്ടിക്കുന്നു. അത് മുഴുവൻ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് വളരെയധികം സന്തോഷം തോന്നി. അത് കണ്ടിട്ട് അവനടുത്ത് വന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, ഇപ്പം നിനക്ക് എങ്ങനെ തോന്നുന്നുണ്ട്? അപ്പോൾ അവൾ പറയും, കുഴപ്പമില്ല, നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കേട്ട ഉടനെ അവൻ അവളുടെ തലയിലേക്ക് കൈവെക്കുകയാണ്. എന്നിട്ട് അവളടുത്തേക്ക് കിസ് ചെയ്യാനായിട്ട് വരികയാണ്. അപ്പോൾ അവളിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ പ്രതീക്ഷകളൊന്നും മനസ്സിൽ സൂക്ഷിച്ചൂടാ, എന്നിരുന്നാലും എന്ന് പറയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് പണ്ടത്തെ കാര്യമാണ്. പാസ്റ്റിൽ അവളുടെ എക്സ് അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞു പോയ ആ ദിവസം. അന്ന് അവൻ ഒരുപാട് അവളെ കളിയാക്കിയായിരുന്നു. അത് കാരണം അവൾ അവളുടെ വിഷമിച്ച് കരഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് നമ്മുടെ നായകനും തൊട്ടടുത്ത് നിൽപ്പുണ്ടായിരുന്നു. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് അവളുടെ വീട്ടിൽ ആരോ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നതാണ്. അവൾ പോയി ഡോറ് തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ നായകനാണ്. അവൻ അകത്തേക്ക് കയറി വരുന്നു, അവളെ കിസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവരുടെ ലവ് മേക്കിംഗ് സീനാണ്. റിയലാന്ന് തോന്നുവാണെങ്കിലും അവൾ ആക്ച്വലി സ്വപ്നം കാണുമായിരുന്നു. കോൾ വരുമ്പോൾ അവൾ ഞെട്ടി എഴുന്നേക്കുകയാണ്. കോളേജിൽ എമർജൻസി മീറ്റിംഗ് എന്നുണ്ട് എന്നും പറഞ്ഞ് മേഘുവാണ് വിളിച്ചത്. ഇന്നലെ കോളേജിൽ വെച്ചിട്ട് ആ സ്റ്റോർ റൂമിൽ വെച്ച് അവൻ അവളെ കിസ് ചെയ്യാൻ പോയതൊക്കെ അവൾ ഓർക്കുകയാണ്. അവൻ കിസ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും അവനൊരു കോൾ വന്നു. അപ്പോഴാണ് അവൾ അവിടെ നിന്ന് ഓടിങ്ങ് പോരുന്നത്. അതിന് ബാക്കിയായിട്ട് അവൾ സ്വപ്നമാണ് കണ്ടത്. അടുത്ത എപ്പിസോഡ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദി സ്റ്റോറി പാണ്ട.